ഇങ്ങോട്ട് ന്യായപ്പെട്ട സത്യത്തിനും നീതിക്കും ന്യായത്തിനും യോജിച്ച ജഡ്ജിമെന്റ് വിധി. ഇതെല്ലാം വേറെ വിധി അതിനകത്ത് ഒക്കത്തില്ല. തീർച്ചയായിട്ടും പോകില്ല. അപ്പീൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതി പോകും. അതിനപ്പുറം കൂടെ അവിടെ പോകും. കള്ളത്തിൽ കൊണ്ട് മാത്രം ഒരു കേസ് ജയിക്കാൻ നോക്കൂ. ഈ വിധി പ്രതീക്ഷിച്ചിരുന്നാണോ? വിധി ന്യായമായിട്ട് വിധി ഉണ്ടായി പ്രതീക്ഷിച്ചത്. അല്ലാതെ അതിന് വേറെ വിധി നടക്കാൻ പ്രയാസമാണ്. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അവർ പറയുന്നവരെല്ലാം ശിക്ഷിക്കണം. അവരല്ലല്ലോ പറഞ്ഞു ദിലീപിന്റെ കാര്യം. ദിലീപിനെ പ്രതിയാക്കിയ ശേഷമല്ലോ ഉണ്ടാക്കുന്നത്. അത് അവർ 5 സ്റ്റേറ്റ്മെന്റുകൾ ആദ്യം ഒരു കേസും ഇല്ല. പിന്നെ ചില അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ അമ്മയുണ്ട് ഏറ്റവും അടുത്ത് കൂട്ടുകാരി രമ്യ നമ്പീശൻ, പിന്നെ ഫിയാൻസി, അവരുടെ എല്ലാം പോലീസ് രേഖപ്പെടുത്തിയ മൊഴി കോടതിയിലുണ്ട്. അമ്മയെ വിസ്തരിച്ചില്ല, രമ്യ നമ്പീശനെ വിസ്തരിച്ചു, മറ്റേയാളെ വിസ്തരിച്ചു. ആ മൊഴികളിലെല്ലാം ഇതൊക്കെ സിനിമയിലോ അല്ലാതെയോ ഒരു ശത്രുക്കളുമില്ലെന്ന് പറഞ്ഞേക്കുന്നത് അവരുടെ അറിവില്ല. പിന്നെ എങ്ങനെ ശത്രു വന്നില്ല? കൂറുമാറിയെന്ന് പറഞ്ഞാൽ കള്ളമൊഴി പോലീസ് രേഖപ്പെടുത്തിയ മൊഴിയൊന്നും സത്യമല്ലല്ലോ. ഒരു മൊഴി രേഖപ്പെടുത്താൻ അവർ കേസിന് ആവശ്യമായിട്ട് മൊഴി രേഖപ്പെടുത്തു. അത് സപ്പോർട്ട് ചെയ്തില്ലെന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് മൊഴി മാറി പ്രോസിക്യൂട്ടർ സാക്ഷിയിലുണ്ട്. ഈ ആദ്യ ചാർജ് കൊടുത്ത DYSP, അതിൽ FI സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തിയ CI, അതിലാദ്യം ഇവരെ കണ്ട തൃക്കാക്കര ACP, അവരുടെ എല്ലാം മൊഴി മാറ്റിച്ചാണ് കോടതി പറയിപ്പിച്ചത്. അവരുടെ എല്ലാം മുൻമൊഴികളുണ്ട്. അവരാരും അങ്ങേർക്കൊന്നും അറിയില്ലല്ലോ. അങ്ങേരെ കൊണ്ട് എന്ത് മൊഴി പറയാനാ? അങ്ങേർക്ക് എന്ത് മൊഴി പറയാനാ PT തോമസിന്? ഈ കേസ് ദിലീപിലേക്ക് എത്തിക്കാൻ പ്രത്യേകമായ എന്തെങ്കിലും ഗൂഢാലോചന നടന്നു തോന്നുന്നു? തീർച്ചയായിട്ടും ഇല്ല. കേസിന് മൊത്തം ഞാൻ കേസ് നടത്തിയ ആളല്ലേ, മൊത്തം വായിച്ച എനിക്കറിയാം. എനിക്കറിയാം, പക്ഷെ എനിക്ക് പറയാനൊക്കെ ഇല്ല. എനിക്കറിയാം, എന്റെ ഊഹങ്ങളല്ല, നമുക്ക് തെളിവൊന്നുമില്ലല്ലോ. അതാലോചിക്കാം, ജഡ്ജ്മെന്റ് കാണട്ടെ. ഈ 7 വർഷം ഈ കേസിൽ തന്നെ വലിയ നീണ്ടൊരു കാലയളവായിരുന്നു നിയമം. ഇത്രയും ഒരു കേസ് ഞാൻ നടത്തിയിട്ടില്ല. ഞാനിപ്പോൾ 1/2 നൂറ്റാണ്ട് കഴിഞ്ഞ് കേസ് നടത്തി തുടങ്ങിയിട്ട് ഇതുപോലെ ഒരു തെളിവും സത്യമായിട്ടൊരു തെളിവില്ലാത്ത ഒരു ചാർജ് കണ്ടിട്ടുമില്ല. ഈ കാലം അത്രയും ഈ കേസിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ സാറിനെ പ്രേരിപ്പിച്ച ഘടകം പറഞ്ഞു. ഒരു കള്ള കേസ്. അത് ഇപ്പം ഞാൻ ആ കേസ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ല. ഞാൻ എന്റെ കാലിന്റെ ഓപ്പറേഷൻ പോലും മാറ്റിയത് ഈ കേസ് കൊണ്ട്. 2020 ജാനുവരി കേസ് തുടങ്ങി. 2021 ഡിസംബർ ആയപ്പോഴത്തേക്ക് 200 സാക്ഷികൾ വിസ്തരിച്ചു കഴിഞ്ഞു. ലാസ്റ്റ് വിറ്റ്നസ് ബൈജു പൗലോസ്, അയാളുടെ മൊഴിയെടുക്കാൻ വേണ്ടി വെച്ച ദിവസമാണ്. അന്ന് പ്രോസിക്യൂട്ടർ ഒരു കാര്യമില്ല ഇറങ്ങിപ്പോയി. അതുകൊണ്ട് പെറ്റീഷൻ കൊടുത്തു, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. അയാൾ കോടതി ഹാജരായില്ല. അങ്ങനെയാണ് മാറിപ്പോകുന്നത്. അല്ലെങ്കിൽ 2022 ഏപ്രിലിൽ തീരേണ്ട കേസ്. ഒരു കാരണമില്ല. വിചാരണ വൈകാൻ കാരണം ഞങ്ങളെവിടെ സ്റ്റേ വാങ്ങിച്ചിട്ടുണ്ടോ? ഒരിടത്തും സ്റ്റേ ഇല്ലല്ലോ. പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, ഒരിടത്തും സ്റ്റേ വാങ്ങിച്ചിട്ടില്ല. ആകെയുള്ള സുപ്രീം കോടതി മാത്രം 7 മാസം ഡോക്യുമെന്റ് കിട്ടാൻ വേണ്ടി. അത് പ്രോസിക്യൂഷൻ അന്യായമായി പെരുമാറിയതിനെതിരെ പോയതാണ്. ട്രയലിന് മുമ്പ് ശേഷം സുപ്രീം കോടതിയിൽ പോയത് പ്രോസിക്യൂഷൻ മാത്രമാണ്. ജഡ്ജി വക്കീലന്മാരെ ഇതിപ്പോ ഒരു പ്രതിയെ വേട്ടയാടി ദിലീപിന്റെ വീട്ടുകാരെ, അവരുടെ സുഹൃത്തുക്കളെ, ഇവരെ എല്ലാം മോശക്കാരായി കഴിഞ്ഞിട്ടാണ് ഈ പോലീസിലെ ക്രിമിനൽ സംഘം അഭിഭാഷകരെ, കേസ് നടത്തിയ ജഡ്ജിമാരെ, ഇവരെ എല്ലാവരെയും അധിക്ഷേപിച്ചത്. ഈ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയാണ് ഈ കേസിൽ പിന്നീട് നിർണായകമായി വന്നൊരു കാര്യം. അത് ബാലചന്ദ്രകുമാറിനെ പോലീസ് ഇറക്കിയതാണ് എന്ന് തോന്നുന്നു. അതൊരു കൂട്ടാരുടെ ഭാഗം മാത്രമാണ്. അത് അന്ന് ഒരു തെളിവില്ലാണ്ടല്ലേ ബൈജു പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ മൊഴി കൊടുക്കാൻ പോയത്. ഒന്നുമില്ല ആ സമയത്ത്, ഒന്നും വാദിക്കാൻ പോലും ഇല്ലാത്ത കേസായിരുന്നു. അത് കഴിഞ്ഞാണ് ഇയാളെ ഇറക്കി കുറെ തെളിവുകളൊക്കെ വന്നിട്ട് ഒന്നും ചേർന്ന് പോകുന്നില്ല. എല്ലാം ഡിസ്പ്രൂവ് ചെയ്തു, പറയുന്നതെല്ലാം കള്ളുവാന്നുള്ളത്. അത് പ്ലാൻഡ് ആയിരുന്നു. 100% പ്ലാൻഡ് ആയിരുന്നു. അതിന്റെ എവിഡൻസ് കോടതിയിലും ഉണ്ട്. അത് ഞാൻ പറയുന്നത്